تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഖാഫ് 6ാം എഡിഷൻ പരിസമാപ്തിയിലേക്ക് നടന്നെടുക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഖാഫ് മുതൽ ഇങ്ങോട്ട് ഒരു ക്യൂറട്ടോറിയൽ തീമിൻ്റെ കീഴിലായിട്ടാണ് ഖാഫ് വളരെ മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സെലിബ്രേറ്റിംഗ് ദ സിറ്റിനെസ്, നഗര സൗന്ദര്യം വർണ്ണിക്കപ്പെടുന്നു എന്ന അടിസ്ഥാനത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യപ്പെട്ട സൗന്ദര്യത്തിൻ്റെ ഭാഗങ്ങളെ, എസ്തെറ്റിക് മൂല്യങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ നഗരങ്ങളുടെ സൗന്ദര്യങ്ങളെ, ഇസ്ലാമിക നാഗരിക ചരിത്രത്തെ ഒന്ന് പുനർവിചിന്തനത്തിന് വിധേയമാക്കാനുമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഖാഫ് കൊണ്ട് നാം പ്രധാനമായും ലക്ഷ്യം വെച്ച ഒന്ന്. ഇപ്രാവശ്യം ഖാഫ് 6ാം എഡിഷൻ വരുന്ന സമയത്ത് ക്യൂറട്ടോറിയൽ തീം എന്ന ഒരാശയത്തിൽ കുറച്ചുകൂടെ വിശാലമായി നമുക്ക് തീമിനെ സമീപിക്കാനും അതിന് വേണ്ട ഡെക്കറേഷൻസിലാണെങ്കിലും സംവിധാനങ്ങളിലാണെങ്കിലും നമ്മുടെ തീം ജീവസുറ്റതായി നിലനിൽക്കുന്ന തരത്തിലേക്ക് നമുക്ക് ഖാഫിനെ പരിണമിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് നാം ഓരോരുത്തരുടെയും വിജയമായിട്ട് വേണം മനസ്സിലാക്കാൻ. ആൽക്കമി ഓഫ് മിഡ് സ്ട്രീം, മധ്യധാരയുടെ മാന്ത്രികത എന്ന വിഷയത്തിലായിരുന്നു അല്ലെങ്കിൽ എന്നായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ക്യൂറട്ടോറിയൽ തീം. ഈയിടെ നടന്ന പല ശരീഅത്ത് കോളേജുകളുടെയും ദഅ്വ കോളേജുകളുടെയും മത്സരങ്ങളെ വിലയിരുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വീക്ഷിക്കുന്ന സമയത്ത് മുസ്ലിമായി പോയതിൻ്റെ ഒരു ഖേദപ്രകടനം പോലെ ശരീഅത്ത് അനുശാസിച്ചിട്ടുള്ള സീമകളെ, അതിർവരമ്പുകളെ വളരെ അപകർഷതയോടുകൂടെ മാത്രം സമീപിക്കുകയും ആ വേലിക്കെട്ടുകളെ എങ്ങനെയെങ്കിലും പൊളിച്ചു മറികടക്കണമെന്നും എന്ന ഒരു അപകർഷതാബോധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന സമീപനങ്ങളും പ്രക്രിയകളുമായിരുന്നു പല ഫെസ്റ്റിവലുകളിലും നടന്നിട്ടുണ്ടായിരുന്നത്. അത്തരമൊരു രീതിശാസ്ത്രത്തിന് ബദൽ മാർഗമായി ഇപ്രാവശ്യം നമ്മൾ ഖാഫിലൂടെ മുന്നോട്ട് വെച്ചത് ഇസ്ലാമിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ സൗന്ദര്യം പറയുന്ന ഇസ്ലാമിൻ്റെ മാനങ്ങളെയും മൂല്യങ്ങളെയും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, അതിന് വേണ്ട കാര്യങ്ങളെ ചെയ്യുക, മറ്റു പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിക്കാതെ, പ്രയാസങ്ങളെപ്പറ്റി സംസാരിക്കാതെ ഇസ്ലാമിന് എന്ത് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ജീവൻ എന്താണ്, ആത്മാവ് എന്താണ് എന്നുള്ളത് വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക, വിശ്വാസികളല്ലാത്തവർക്ക് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു പ്രധാനമായും നമ്മൾ തീം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മുസ്ലിമായി പോയതിൻ്റെ ഖേദമല്ല, മുസ്ലിമാകാൻ സാധിച്ചതിൻ്റെ അഭിമാനവും ആശ്വാസവുമായിരുന്നു ഇപ്രാവശ്യത്തെ ഖാഫിലൂടെ നാം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശരീഅത്ത് അനുശാസിച്ചിട്ടുള്ള അതിർവരമ്പുകളെ പരിമിതികളായല്ല, അതിർ വരക്കുന്ന സമയത്ത് അതിര് എന്നുള്ളത് നമുക്കൊരു പരിമിതിയാണ്. പക്ഷേ ആ അതിരിനകത്ത് സംഭവിക്കുന്ന ഒരു ഭൂപടമുണ്ട്. അത് വളരെ മനോഹരമായ ശരീഅത്ത് നമുക്ക് നൽകുന്ന വളരെ സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും, പ്രധാനമായി സുരക്ഷയുടെയും അതിർവരമ്പുകൾക്കപ്പുറം അത് മനോഹരമായ ഭൂപടങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസിക്ക് മതത്തെ അല്ലെങ്കിൽ ശരീഅത്തിനെ, സുന്നിസത്തെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു നമ്മൾ തീം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിശ്വാസിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അജബല്ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം എന്തൊരു അത്ഭുതമാണ്. അവന് ഖൈർ സംഭവിക്കുമ്പോൾ അവൻ ശുക്ർ ചെയ്യുന്നു, ഷർറ് സംഭവിക്കുമ്പോൾ അവൻ സ്വബർ ചെയ്യുന്നു. രണ്ടും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്. ബുദ്ധിമുട്ട് വരുന്ന സമയത്താണെങ്കിലും അനുഗുണമായ സാഹചര്യങ്ങൾ വരുന്ന സമയത്താണെങ്കിലും റബ്ബിനെ ഓർത്തുകൊണ്ട് നിലകൊള്ളുക, അതിൽ മാത്രമാണ് നിലനിൽപ്പ് എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസിയുടെ മാനസിക സൗന്ദര്യത്തെ, വിശ്വാസിയുടെ ഹൃദയലോകത്തെ തുറന്നു കാണിക്കുക കൂടിയായിരുന്നു ഖാഫ് 6.0. അമിതമാവുകയോ ചുരുങ്ങിപ്പോവുകയോ ചെയ്യാതെ മിതത്വത്തിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ എന്നതാണ് വിശ്വാസിയുടെ മാനിഫെസ്റ്റോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. ഖുർആൻ ഉമ്മത്തൻ വസത്ത എന്നാണ് നമ്മളെ വിശേഷിപ്പിച്ചത്. സിറാത്തുൽ മുസ്തഖീം എന്ന് മറ്റൊരിടത്ത് പ്രതിപാദിക്കുന്നു. അമിതമായി പോവുകയോ ചുരുങ്ങിപ്പോവുകയോ വളരെ നിസ്സംഗമാവുകയോ ചെയ്യാതെ ഇടത്തരത്തിൽ നിൽക്കുക, മധ്യമ നിലപാട് സ്വീകരിക്കുക, മധ്യധാരയിലൂടെ സഞ്ചരിക്കുക എന്ന വളരെ വിശാലമായ സുന്ദരമായ ഇസ്ലാമിൻ്റെ മാനിഫെസ്റ്റോയെ
ക്രൈറ്റീരിയയെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനാണ് കാഫിലൂടെ നമ്മൾ ശ്രമിച്ചത്. ഉമ്മത്തൻ വസത്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹിദായത്ത് നൽകി എന്ന് പറയുന്ന ഖുർആനിക അധ്യാപനത്തിന് തൊട്ടു ശേഷമാണ് നിങ്ങളെ ഉമ്മത്തൻ വസത്തയാക്കി എന്ന് പറയുന്നത്. ഹിദായത്ത് നൽകപ്പെട്ടു എന്ന് പറഞ്ഞ് തൊട്ടു ശേഷം ഉമ്മത്തൻ വസത്തയെ ഉദ്ധരിക്കുന്നതിൽ ഹിദായത്ത് എത്രത്തോളം ഒരു വിശ്വാസിക്ക് പ്രധാനമാണോ അത്രമേൽ പ്രധാനമാണ് ഉമ്മത്തൻ വസത്തയായി ജീവിക്കുക എന്നുള്ളത് എന്നുകൂടിയാണ് ഈ ഉമ്മത്തൻ വസത്തയെ ഹിദായത്തിന് തൊട്ടു ശേഷം ഉദ്ധരിച്ചത് കൊണ്ട് ലക്ഷ്യമാക്കുന്ന ഒരു കാര്യമെന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസി വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്രാവശ്യത്തെ കാഫ് ക്യൂറട്ടോറിയൽ തീം എന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ ആൽക്കമി ഓഫ് മിഡ് സ്ട്രീം കൂടുതൽ വികാസപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. തീം എന്നതിനപ്പുറം ഗ്രൂപ്പുകളുടെ പേരുകളിലാണെങ്കിലും സ്റ്റേജുകളുടെ ഡെക്കറേഷൻ ആണെങ്കിലും നമുക്കെല്ലാം നമ്മളുടെ ആൽക്കമി ഓഫ് മിഡ് സ്ട്രീം മധ്യധാര എന്ന് പറയുന്ന ആശയത്തെ നമുക്ക് ഉദ്ദീപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഗ്രൂപ്പുകളുടെ പേരാണെങ്കിൽ കാഫില സൂത്ത്, ഉസ്വാ സനീത്ത്, അസല ഓത്ത്, ഫിത്ര പാത്ത് എന്നുള്ളത് സൂഫിസവുമായി ബന്ധപ്പെട്ട വിസ്വാല്, ഹഖീഖത്ത്, ഷഹാദത്ത്, ത്വരീഖത്ത് എന്ന നാല് ആശയങ്ങളിലേക്ക് നമുക്ക് നീട്ടിവെക്കാവുന്ന 4 പേരുകളാണെന്ന് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ സ്റ്റേജുകൾക്ക് നാം കണ്ടെത്തിയ 3 പേരുകൾ, 3 സ്റ്റേജുകൾക്ക് കണ്ടെത്തിയ പേരുകൾ സൂഫി ലോഡ്ജുകൾ, സൂഫികൾക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയും ദഅവത്ത് ചെയ്യാൻ വേണ്ടിയും അവരുണ്ടാക്കിയിരുന്ന നിർമ്മിതികളുടെ പേര് സാവിയ, തഖിയ, അതുപോലെ തന്നെ ചില്ല എന്ന് പറയുന്ന 3 പേരുകളായിരുന്നു ഇപ്രാവശ്യം സ്റ്റേജുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുള്ളത് ഈ പ്രധാന വേദിയായ സാവിയയുടെ മുമ്പിൽ തന്നെയാണ്. സാവിയ എന്ന സ്റ്റേജിൻ്റെ ഡെക്കറേഷനെ കുറിച്ചും അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചും നമ്മൾ കൂടുതൽ അറിഞ്ഞവരാണ്. അതിനെക്കുറിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല. പിന്നീട് നമുക്കുള്ളത് പ്രധാനമായും നമ്മൾ കാണേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് ഇപ്രാവശ്യത്തെ ട്രോഫികളാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ട്രോഫികളായി സംവിധാനിച്ചിരുന്നത് സസ്റ്റൈനബിലിറ്റി ആയിരുന്നു. അതിൽ നമുക്ക് ചെടികളടക്കം അടങ്ങുന്ന ട്രോഫികളായിരുന്നു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷം ആൽക്കമി ഓഫ് മിഡ് സ്ട്രീം എന്ന തസവുഫുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട ഒന്നാണ് നമ്മൾ സമ്മാനമായി നൽകുന്നത്. അതിൽ റളീതു ബില്ലാഹി നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനുള്ളതാണ് നിങ്ങളുടെ ട്രോഫികൾ എന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് ഈ പ്രാവശ്യത്തെ ട്രോഫികൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ എന്ന വാചകം കാലിഗ്രഫിയായി കൊടുത്ത് നമുക്ക് എവിടെയും ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമുക്ക് ഇപ്രാവശ്യം ട്രോഫികളും ഉള്ളത്. ഇങ്ങനെ തുടങ്ങി കാഫിൻ്റെ മയം നമുക്ക് അവസാനിക്കുന്നില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മധ്യധാര എത്രത്തോളം പ്രധാനമാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുകയും ആ മധ്യധാരയെ മറ്റ് വിശ്വാസികൾക്കും വിശ്വാസിയേതര സമൂഹത്തിനും വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കാനും നമുക്ക് ഈ ഒരു കാഫ് കൂടെ കാരണമായിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഉള്ളിൽ വേരുറച്ച ഒരു ആശയത്തെ അതിൻ്റെ ഏറ്റവും എസ്തെറ്റിക് മൂല്യത്തോടു കൂടി ഒരു കലാമാമാങ്കം എങ്ങനെയായിരിക്കണം ശരീഅത്ത് കോളേജുകൾ അല്ലെങ്കിൽ ദഅവ കോളേജുകൾ സംഘടിപ്പിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഉദാത്ത മാതൃക കൂടി കേരളത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം കാഫ് 6ാം എഡിഷൻ തിരശീലയിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുമെന്ന് വളരെ അഭിമാനത്തോടെ തന്നെ നിങ്ങളെയും എന്നെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.